എല്ലാവർക്കും ഓണാശംസകൾ. നമുക്ക് ഓണം സദ്യ ഒരുക്കാം. എല്ലാവരും വായി. അല്പം ദൈർഘ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നമ്മൾ അവിയൽ വയ്ക്കാനായിട്ട് പച്ചക്കറി അരിഞ്ഞ് ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്തു വെച്ചു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അടച്ചു വെച്ച് വേവിച്ചു. ചേനയും ഒക്കെ ഇട്ട ഒരു അവിയലാണ് കേട്ടോ. എന്നിട്ട് അതിൽ അരപ്പിട്ടു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കോരി നമ്മളെടുത്ത എല്ലാം കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാനിത് തോരൻ വയ്ക്കാനായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ക്യാബേജും ബീറ്റ്റൂട്ടും കൂടെയാണ്. ഉഴുന്നിട്ട് പൊട്ടിച്ച്, കടുക് ഉഴുന്നും പൊട്ടിച്ച് ഇട്ട് വറ്റൽമുളക് ഇടാൻ മറന്നുപോയേ. ഞാൻ ആ പാത്രം തന്നെയാണ് കഴുകി ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റും. അപ്പം അമ്മച്ചി ഓടിപ്പോയിലൊക്കെ എടുത്തുകൊണ്ട് വരും, ഞാൻ അവിടെ ഇരുന്നത് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. ഒരു 3-4 വർഷമായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതാണ് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് ഇത് വേവും കേട്ടോ. ശകലം വെളിച്ചെണ്ണയും ഒഴിച്ചോളും. അപ്പോഴേക്കും ഇത് അരപ്പ് ചതച്ച് വെച്ചിരുന്നു. ജീരകവും പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണേ. അതേ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ പച്ച തേങ്ങ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്താലും മതിട്ടോ. ജീരകം ഇട്ട് കടുക് വറുക്കണമെന്നേ ഉള്ളൂ. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ ചതച്ചെടുക്കാൻ പറഞ്ഞു. അതും കോരി മാറ്റി വെച്ചു. അടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചു. ഒരു സദ്യ ഒരുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അരിഞ്ഞെടുക്കണം, അരച്ചെടുക്കണം എന്നുള്ളതാണ് ഒരു ജോലി കേട്ടോ. എന്നിട്ട് ഈ വറ്റൽമുളകും കടുകും കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ തക്കാളിയും സവോളയും പച്ചമുളകും കൂടെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് മൂക്കും. ഒന്ന് വഴന്ന് വരും, നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അത് നന്നായി വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകും, കാന്താരി മുളകാണ് അരയ്ക്കുന്നത് കേട്ടോ. കാന്താരി മുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് അരച്ച ശേഷം തൈരും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ പുളിശ്ശേരിക്ക്. അപ്പോൾ നമ്മൾ പുളിശ്ശേരിയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടണമെന്നായിരുന്നു ആഗ്രഹം. ഇത്രയും റെസിപ്പി എടുത്തത് കൊണ്ട് ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ പറ്റുന്നവർ കാണണം. പുളിശ്ശേരിയും കോരി മാറ്റി വെച്ചിട്ട് കാളൻ വയ്ക്കാൻ പോവുകയാണ്. ഏത്തക്കയും ചേനയും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ചൂടുവെള്ളം രാവിലെ ചൂടാക്കി വെച്ചു. കുറച്ച് കാശ്മീരി പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിക്കണം. മഞ്ഞ കളർ ഇരിക്കേണ്ട കറിയാണ്, അതുകൊണ്ടാണ് കുറച്ച് കാശ്മീരി പൊടി മാത്രം ഇടുന്നത് കേട്ടോ. കുരുമുളക് അരയ്ക്കണം, പക്ഷേ നമ്മൾ കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുരുമുളകൊന്നും എവിടെ എടുത്ത് വെച്ചിരിക്കുന്നോ എന്തോ കണ്ടില്ല. അവളാണ് എല്ലാം, എൻ്റെ ചേച്ചിയാണ് എല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കണ്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അമ്മച്ചി ഓടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുരുമുളക് പൊടി ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോൾ അരയ്ക്കാൻ നേരത്താണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കാന്താരി മുളകൊക്കെ അരച്ചെടുക്കുന്നു. തേങ്ങയും തൈരും, കുറച്ച് തൈരും കൂടെ അരച്ചെടുക്കും. എന്നിട്ട് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. നന്നായിട്ട് വെന്തു. ചേനയും കായും നന്നായിട്ട് വെന്തു. എന്നിട്ട് ഇത് അരച്ചത് കൊണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ശകലം തൈരാണ്. നന്നായിട്ട് ഒഴിച്ച് അതിനൊന്ന് ഇളക്കി കുറച്ച് ആ തൈരിൻ്റെ വെള്ളം തന്നെ, അരപ്പിൻ്റെ വെള്ളം തന്നെ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. വേവിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അരപ്പും എല്ലാം കൂടെ ഇത് കുറുക്കിയെടുത്തപ്പോഴേക്കും അമ്മച്ചി അപ്പോഴത്തേക്ക് സാമ്പാറിൻ്റെത് റെഡിയാക്കുകയാണ് കേട്ടോ. സാമ്പാർ അപ്പുറത്ത് റെഡിയായി ഇരിപ്പുണ്ട്. സാമ്പാർ റെഡിയായി. അതിന് കടുക് വറുക്കണം, മസാലയൊക്കെ ചേർക്കുകയാണ് കേട്ടോ. സാമ്പാർ മസാലയൊക്കെ ചേർത്ത് ഇതിൽ കുറച്ച് തൈരും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കാളനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് താളിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞു, കാളന് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടാണ് താളിക്കുന്നതായതുകൊണ്ട് സാമ്പാറിനാദ്യം നമ്മൾ താളിക്കണം കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ രാവിലെ പരിപ്പ് സാമ്പാർ ഒക്കെ വേവിച്ച് വെച്ചു, എളുപ്പമാവാൻ വേണ്ടി. ഇതൊരു പാത്രം വെച്ചു, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സാമ്പാറിന് നമുക്ക് താളിക്കാം കേട്ടോ. സാമ്പാറിന് നന്നായിട്ട് താളിച്ച് എടുക്കാം. കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. കടുകും പൊട്ടിച്ചിട്ട് നമുക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞ് വയ്ക്കാൻ മറന്നുപോയേ, അതുകൊണ്ടാണ്. ചെറിയ ഉള്ളി സാമ്പാറിന് താളിച്ചിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് തിരുവനന്തപുരത്തുകാരുടെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് സദ്യക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്. കിച്ചടി വെച്ചില്ല, അപ്പോൾ കിച്ചടി നമ്മൾ ഇട്ട് വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തും വെച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആയ അവിടെയൊക്കെ കേട്ടോ. സാമ്പാർ കടുക് വറുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നെയ്യ് ഒഴിച്ചു. ആ പാത്രം തന്നെ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. പക്ഷേ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കണേ. ഞാൻ ഉലുവ ഇടാൻ മറന്നു പോയതാണ്.
അപ്പോൾ അതേ കടുകാണ് ഇട്ട് കൊടുത്തത്. ഉലുവ പൊടി ഇട്ട് കൊടുത്തെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ. ഉലുവ പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനും താളിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതും മാറ്റി വെച്ചിട്ട് അതും അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ പരിപ്പ് അരച്ചുകൊണ്ട് വന്നിട്ട് പരിപ്പ് രാവിലെ വറുത്ത് വേവിച്ച് വെച്ചു. ചെറിയ ഉള്ളിയും പരിപ്പ് പച്ചമുളകും കൂടെ. എന്നിട്ട് അതിൻ്റെ അരപ്പും കൂടെ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അരപ്പും കൂടെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ പയർ പരിപ്പാണ് ഇപ്രാവശ്യം നമ്മൾ പരിപ്പ് കറി വയ്ക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് വേവിച്ച് അരച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരച്ചൊക്കെ ചേർത്തു. അതുകൊണ്ടാണ് നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. നല്ല പരിപ്പ് കറിയായിരുന്നേ. നിങ്ങളൊക്കെയും വേറെ രീതിയിലായിരിക്കും വയ്ക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ വയ്ക്കുമ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നു, അടുത്തത് അതിന് കടുക് താളിക്കണം. അപ്പോൾ ആ പാത്രം തന്നെ വെച്ച് കൊടുത്ത് അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് വറ്റൽമുളക് ഇട്ട് നമുക്ക് ഇതിലേക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നിനും ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അത് മറന്നു പോയായിരുന്നേ. പിന്നെ ഓടിപ്പോയി എപ്പോഴും അടുപ്പിൽ വെച്ച ശേഷം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനും കടുക് താളിച്ച് അതും കോരി മാറ്റി എന്നിട്ട് ആ പാത്രം നന്നായിട്ട് കഴുകി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രം എടുത്താൽ വേറെ അപ്പത്തേക്ക് വേറെ പണിയില്ലല്ലോ, ഒരുപാട് പാത്രങ്ങൾ എടുക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു പാത്രം തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കോരി വെള്ളം തുടച്ച് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നത്. വറ്റൽമുളക് കടുകും കറിവേപ്പിലയും കൂടെ നമുക്ക് പൊട്ടിക്കാം. എന്നിട്ട് വെള്ളരിക്കയും സവോളയും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചതാണ് ഇട്ടുള്ളത്. ഞാൻ ഈ പെട്ടെന്ന് അരിഞ്ഞപ്പോൾ കുറച്ച് വലുതായിപ്പോയി, കുറച്ച് ചെറുതായിട്ട് അരിയണമേ. അപ്പോഴാണ് നമ്മുടെ ഈ കറി സൂപ്പറാവുന്നത്. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിന് പച്ചമുളകെല്ലാം കഴുകി വെച്ചു അതുകൂടെ അരിഞ്ഞിട്ടിട്ട് അതിനെ ഒന്ന് നന്നായി വഴറ്റി തീർന്നപ്പോഴത്തേക്കും തൈര്, കടുക്, തേങ്ങ ഇത്രയും കൂടെ അരച്ച് ശകല ജീരകം കൂടെ അരച്ച് പച്ചമുളക് കാന്താരിമുളക് കൂടെ അരച്ച് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടിക്കാണ്. അപ്പോൾ പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉപ്പിട്ടാന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ പച്ചടിയും റെഡി. അപ്പോൾ പച്ചടിയും നമുക്ക് കോരി മാറ്റാം. പച്ചടി നന്നായിട്ട് റെഡിയായി ചെറിയ തീ വെച്ചിട്ടാണ് ഉപ്പൊക്കെ നോക്കി ഞാൻ എല്ലാം ഞാൻ അവിടെ ഇരുന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പച്ചടിയും കൂടെ എനിക്ക് ഏറ്റവും ഓണത്തിൻ്റെ കറികളിൽ പച്ചടിയും ഇഞ്ചിയും സാമ്പാറും പരിപ്പും ഒക്കെയാണ് ഇഷ്ടം. അവിയൽ എനിക്ക് അത്ര പോരാ കേട്ടോ. അവിയൽ തോരനും അങ്ങനെ അങ്ങ് കഴിക്കില്ല. അതും കോരി മാറ്റിയിട്ട് പാത്രം കഴുകി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ അത്ര വെളിച്ചെണ്ണ ഉണ്ട്, 500 വെളിച്ചെണ്ണ പോലും എടുത്തിട്ടില്ല, ഒരു 250 വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുണ്ട്. 250 എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും പൊട്ടിച്ചു. കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ട ശേഷം നമ്മൾ സവോളയും പച്ചമുളകും ചെറിയ ഉള്ളിയും സോറി കേട്ടോ സവാളയും കൂടെ അരിഞ്ഞ് വെച്ചതാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. ഇതൊരു കൊച്ചു തീയലിനാണ്, ഒരു കൂട്ടുകറിയാണ് ഞാൻ വെക്കാതിരുന്നത്. അപ്പോൾ കൂട്ടുകറി വെക്കാനൊന്നും പിന്നെ ഇതിനെ വയ്യ എന്ന് വിചാരിച്ച് അടച്ചു വെച്ചിട്ട് തക്കാളി കൂടി ഇട്ട് കൊടുത്തു. തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു എരിവുള്ള കറിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് കൂട്ടുകറി വെക്കാൻ പറ്റാത്തതിനാണ് ഞാൻ ഉരുളക്കിഴങ്ങ് തീയൽ പോലെ വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ സദ്യയ്ക്ക് ഉരുളക്കിഴങ്ങ് തീയൽ മസ്റ്റാണ് കേട്ടോ. എല്ലാ വീട്ടിലും ഉണ്ടാവും അത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഞാനൊരു വർക്കല ഭാഗത്തേക്ക് ആളായതുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ കിളിമാനൂരാണ് അല്ലെങ്കിൽ നിലമേലാണ് എൻ്റെ താമസമെങ്കിലും ഞാൻ എൻ്റെ നാടിൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ടേ. വെന്തോന്ന് ഞാൻ നോക്കിയാണ്. അത് കിട്ടി തന്നെ വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു തീയലായിട്ട് അത് മാറും കേട്ടോ. പിന്നെ ഇതിൻ്റെ വറുത്തൊക്കെ വേണമെങ്കിൽ അരച്ചു കൊടുക്കാം. ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അമ്മച്ചി തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ, എടുത്തുകൊണ്ടൊക്കെ വരുന്നതും അരയ്ക്കുന്നതും മൊത്തം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കണമായിരുന്നു. പക്ഷെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കാൻ മറന്നു പോയത് കൊണ്ട് പിന്നെ ഞാൻ തേങ്ങ തിരുവാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിനെ വഴറ്റി ഇങ്ങനെ ചേർത്തു. നിങ്ങളൊക്കെ സദ്യ ഉണ്ടാക്കിയത് എന്താണെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ അതും നിങ്ങൾ പറയണേ. മുളക് പൊടി, നമ്മുടെ കാശ്മീരി പൊടി, നല്ല ചുവന്ന കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ശകല മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മളാണെങ്കിൽ പുളി ശകലം ചേർക്കും, പക്ഷേ തക്കാളി ഇട്ടത് കൊണ്ട് ചേർക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുളിയുള്ള കറികളുണ്ടല്ലോ, തൈര് പുളിശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കാളനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയിട്ട്
ചൂടുവെള്ളം ഒഴിക്കാം. രാവിലെ ചൂടുവെള്ളം ആക്കി വെച്ചത് ഇതിനെല്ലാത്തിനും ചൂടുവെള്ളം എടുക്കാനാണ്. നമുക്ക് 2 നേരം കഴിക്കാനായിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ. ആരെങ്കിലും വന്നാൽ അത് വലിയ സന്തോഷമാണ്. ആരും തിരുവോണത്തിനകത്ത് കാണാറില്ല. കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് അതിനെയും വേവിച്ച് മാറ്റിയിട്ട് നമ്മൾ പാത്രം വെച്ചു. പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ ഇൻസ്റ്റൻറ്റ് മിക്സ് പാലട പായസമാണ് വയ്ക്കുന്നത്. നമ്മുടെ നൈമിത്രയുടെ ഓണക്കിറ്റിലുണ്ടായിരുന്നതാണ് പാലട പായസം കേട്ടോ. അപ്പോൾ പാലട പായസം വയ്ക്കാനായിട്ട് ഒരു കവർ എടുത്തിട്ടില്ല, നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കവർ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ പാലൊഴിച്ച കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കും. പാലിനെ തിളപ്പിച്ചിട്ട് നമ്മളൊരു 3/4 കവർ ഇൻസ്റ്റൻറ്റ് മിക്സ് പാലട ഇട്ട് കൊടുക്കും. എന്നിട്ട് തീ കുറച്ച് വെച്ച് അരമണിക്കൂർ ഇളക്കി അതിനെ നമ്മുടെ സ്വാദിഷ്ടമായ പായസമാക്കണം. നമുക്ക് മിക്സ് ആയതുകൊണ്ട് അതിൽ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്യണം. ഇപ്പോൾ എല്ലാ മനുഷ്യരും ഞാനിതിനെ ഒരു സംസാരത്തിൽ നിന്നാണ് എല്ലാ മനുഷ്യരും ഇപ്പം മടിയന്മാരാണെന്ന്. ഓണസദ്യയിലും ഉണ്ടാക്കില്ല, എല്ലാവരും ഓണസദ്യ വാങ്ങി കഴിക്കുകയുള്ളതെന്ന് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സന്തോഷമാണ്. ഓണസദ്യ എല്ലാ ദിവസവും ജോലി ചെയ്തിട്ട് അന്നും കൂടെ ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട്. എൻ്റെ അമ്മയൊക്കെ പ്രായമായവരായതുകൊണ്ട് തന്നെ പറയുന്നത് വീട്ടിൽ തന്നെ ഓണസദ്യ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് അതും യോജിപ്പുണ്ട്, മറ്റേതും യോജിപ്പുണ്ട്. കാരണം ജോലി ചെയ്ത് മടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓണസദ്യ കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. ഓണസദ്യക്ക് ഉറക്കം ഒഴിച്ചിട്ട് ജോലി ചെയ്യുന്നതാണ് ഈ പാവപ്പെട്ട മനുഷ്യർ കേട്ടോ. അപ്പോൾ അവിടെ ചട്നി മാമിയിലൊക്കെ, കുളിമാത്തുള്ള ചട്നി മാമിയിലൊക്കെ നല്ല ഓണസദ്യ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ സദ്യ കഴിക്കാൻ പോയി വീഡിയോ ഇടും കേട്ടോ. സദ്യ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇതിന് കടുക് താളിക്കുന്നു, നെയ്യൊഴിച്ച് കടുക് താളിച്ച് മുന്തിരി ഇട്ടിട്ടാണ് കേട്ടോ. അണ്ടിപ്പരിപ്പതി ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ വെച്ച് എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. കാക്കച്ചി ചോറൊക്കെ വിളമ്പേണ് കേട്ടോ. നമുക്ക് പരിപ്പാണ് ആദ്യം, സാമ്പാറല്ല കേട്ടോ. അപ്പം സാമ്പാറും പുളിശ്ശേരിയും തൈരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എല്ലാം ഒന്നും എടുത്തിട്ടില്ല വീഡിയോ. കഴിക്കുന്ന സമയത്തെ നമ്മളിതെല്ലാം മേശയിൽ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരാൾക്ക് ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ പാടാണ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അമ്മച്ചി പിടിച്ച് ഇലയിട്ടുണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മച്ചി ഒരു വിധത്തിൽ ഇലയിട്ട് കഴിക്കില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് പിന്നെ സത്യം പറഞ്ഞപ്പോൾ കുളിച്ചിട്ട് വരെ സമയം കിട്ടിയില്ല കേട്ടോ. ഓണസദ്യ കുളിച്ചിട്ടാണ് ഉണ്ടേണ്ടത്. പക്ഷേ ഞാനാണെങ്കിൽ പിന്നെ അങ്ങ് മടുത്തു. അപ്പോൾ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, തോരൻ, ശർക്കര വരട്ടി, ചിപ്സ് ഇതെല്ലാം നമ്മളുടെ തന്നെ പ്രോഡക്റ്റുകളാണ്. അവിയൽ, പച്ചടി എല്ലാം വെച്ചു, തീയൽ വെച്ചു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ച് സെറ്റപ്പാക്കി അപ്പോൾ മാത്രമല്ലേ ഉള്ളൂ. ഇന്ന് അവിട്ടം ദിവസമാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇന്നാണ് നമ്മൾ നോൺ വെജ് അടങ്ങി സദ്യ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടാകും, ദൈവം അനുഗ്രഹിച്ചാൽ. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് കഴിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓണം. നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ. ഓണക്കിറ്റ് വിജയിപ്പിച്ചു തന്ന മനുഷ്യർക്ക് എല്ലാവരോടും സ്നേഹം. അത്രമേൽ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതായിരുന്നു ഓണം കിറ്റ്. അപ്പോൾ നിങ്ങൾ വാങ്ങിയവർക്കും കഴിച്ചവർക്കും നല്ല റിവ്യൂ തന്നവർക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ ഞാൻ ഇനിയും വിശേഷങ്ങളുമായിട്ട് വരാം. പായസവും കൂട്ടി കഴിച്ച് സദ്യ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട്. കൂടെ നിൽക്കുന്നതിന്, ചേർത്ത് പിടിക്കുന്നതിന് ഈ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതൊരു 13 മിനിറ്റ് നീണ്ട വീഡിയോയാണ്. ഈ വീഡിയോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി ഇഷ്ടത്തോടെ DJയും കുടുംബവും. ടാറ്റാ.